ഹലോ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ അടുത്തിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ഐറ്റമാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടും ഇന്ന് ആവശ്യമായിട്ടുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സോ മറ്റോ ആണ്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ചെറുതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൈസിലുള്ളത് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് മണി സേവിങ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ അടുത്തിടെയായിട്ടൊക്കെ നന്നായിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതും വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ മാത്രം യൂസ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ വശവും ഫുള്ള് ഈ ഒരു ബോക്സ് ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഒന്നും ചുളികളൊന്നും വരാതെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുമ്പ് ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെയാണ് ഈ ഒരു പേപ്പറിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞൊരു ഇതുപോലൊരു ഷേപ്പിൽ നമ്മൾ മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു കളറിലുള്ള പേപ്പർ കുഞ്ഞൊരു പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഇതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ ആ ഹോൾ പോലെ തന്നെ ഇതിലും ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു ബോക്സിനെ ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇനിയും കുറച്ച് പരിപാടികളും കൂടെ ബാക്കിയുണ്ട്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് വൈറ്റ് പേപ്പറാണ് എടുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു ബോക്സിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പേപ്പറാണ് എടുക്കുന്നത്, അതേ സൈസിൽ തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോളംസും കാര്യങ്ങളും ഒക്കെ വരച്ചു കൊടുക്കാനായിട്ടുണ്ട്. അതിന് ഞാനിവിടെ ഒരു പേന വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം കോളങ്ങളൊക്കെ വരച്ചു കൊടുത്ത ശേഷം നമ്മളൊരു വഞ്ചിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ടുള്ള കുറച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ എത്ര ആണെന്നുള്ളത് ഇതുപോലെ ഓരോ കോളത്തിലും നമ്മളിങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ എത്രയാണോ നമ്മുടെ ആ ഒരു ചലഞ്ചിങ് എമൗണ്ട് അതും കൂടി എഴുതുന്നുണ്ട്. പിന്നെ സ്മോൾ എമൗണ്ട് ബിക്കം ബിഗ് സേവിങ്സും അങ്ങനെ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏത് വശത്താണോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടേക്ക് നമുക്ക് ജസ്റ്റ് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നോക്കിയിട്ട് വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ലല്ലേ? ഒന്നുകൂടി ഒന്ന് രസമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പെടുത്ത ആ പീസ് പേപ്പർ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബോർഡറായിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതുപോലെ നമ്മൾ എത്ര രൂപയാണോ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ ക്രോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നല്ല ഒരു ഏണിങ്സ് തന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള റീയൂസ് ആയിട്ടുള്ള ഐഡിയാസ് ഇനിയും കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം. പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇതുപോലെയുള്ള റീയൂസബിൾ ആയിട്ടുള്ള ഐഡിയാസ് പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.